വനിതാ മുഖ്യമന്ത്രി സാധ്യത എങ്ങനെ കാണുന്നു ടീച്ചർ? ഇത് കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഒരു പ്രസക്തിയില്ലാത്തൊരു ചോദ്യമാണ്. കേട്ടില്ലേ? ഞങ്ങളാരും ആ ചോദ്യത്തിലൊന്നും അല്ല ഇപ്പോഴുള്ളത്. ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്ത്രീകളെ എല്ലാ മേഖലയിലും വളർത്തിയെടുക്കണമെന്ന് പറയാറുണ്ട്. എന്നാൽ ഇവിടെ വളരെ ശക്തമായി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഇപ്പോൾ നിലവിലുണ്ട്. ഇനി എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യം തീരുമാനിക്കുന്നത് LDF ആണ്. ആ LDF ചർച്ച നടത്തി ഉചിതമായ തീരുമാനം ഞങ്ങൾ എടുക്കും. ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇപ്പോഴില്ല. നമുക്ക് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല. 2 തവണ അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇത് ഒരു സാധ്യതയുമില്ലാത്ത ചോദ്യം എന്ന് ടീച്ചർ പറയുന്നു. ടീച്ചറിനെ പോലെ സാധ്യതയില്ലെന്ന് പറഞ്ഞത് ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അതാണ് വാചകങ്ങൾ പിടിച്ച് വ്യാഖ്യാനിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ, രേണുക. കേട്ടില്ലേ? അപ്പോൾ അങ്ങനെയല്ല തർക്കിക്കേണ്ടത്. മുൻപ് അവസരം ഉണ്ടായിരുന്നു എന്നിട്ട് തഴഞ്ഞു എന്നൊക്കെ പറയുന്നതിനും ഒരു തെളിവും നിങ്ങളെടുത്തില്ലല്ലോ. നിങ്ങൾ ഊഹിക്കുകയാണ് എന്താണ് ചർച്ച നടന്നത്, അതിൽ ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം, ഇതൊന്നും നിങ്ങളെടുത്തില്ല. ഞാൻ പറയട്ടെ, ഇല്ല. ഇത് വളരെ പ്രധാനമാണ്. എന്താണ്? ഒരു രാജ്യത്തെ നയിക്കുന്നത്, ഒരു സംസ്ഥാനത്തെ നയിക്കുന്നത് പോളിസിയാണ്. ഞങ്ങൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സ്ത്രീകൾ ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്. ഞാനൊരു സ്ത്രീയാണ്, എന്നാൽ അവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ സ്ത്രീകളും കൂടി സപ്പോർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചവരാണോ ഞങ്ങൾ? അല്ലല്ലോ. അതുകൊണ്ട് പോളിസിക്കാണ് പ്രധാനം. ഇപ്പോൾ ഈ ചോദ്യം തികച്ചും അസംബന്ധമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി KK ശൈലജയെ ഉയർത്തിക്കാട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ട്. പാർട്ടിയിലുമുണ്ട്, പുറത്തുമുണ്ട്. ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ കയറി നോക്കിയോ? നിങ്ങൾ പുറത്തിരിഞ്ഞ് മെനയുന്ന കാര്യമല്ലേ? പാർട്ടിക്കകത്ത് അങ്ങനെയുണ്ടെന്നാണ് പറയണമെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് അകത്ത് കയറി ചർച്ച പങ്കെടുക്കണ്ടേ? പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ട് ബ്രാഞ്ചിൽ ചർച്ച നടത്തുന്നവരാണോ നിങ്ങൾ? അല്ലല്ലോ. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് ഇപ്പം ഒരു നെറേറ്റീവാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾ ഉൽപ്പാദിപ്പിക്കലോ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കലോ ആണ്. അതിനൊന്നും LDFൻ്റെ അണികളും സന്നദ്ധരാവില്ല, ഞങ്ങളുടെ പാർട്ടിയും സന്നദ്ധാവില്ല, LDF സന്നദ്ധാവില്ല. കേട്ടോ? അത് നിങ്ങളുടെ എല്ലാം ഈ എന്താ പറയുക, ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതില്ല. ഇപ്പം എന്താ പ്രധാനം? ഈ കേരളത്തിൻ്റെ ജീവൻ മരണ പ്രശ്നമാണ്. ടീച്ചറെ അനുകൂലിക്കുന്ന, ടീച്ചറെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ പറയുന്ന കാര്യങ്ങളെ പോലും ടീച്ചർ ഭയക്കുന്നത് എന്തിനാണ്? ഞാനൊന്നും ഭയക്കുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ എന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാളോട് മാത്രമാണ് ഇഷ്ടമെന്ന് വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ മാധ്യമത്തിൻ്റെ ഒരു ശീലമാണ്. അതല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ആളില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.